ാകട്ടെ. രണ്ടാമത്തെ കാരണം വിശദീകരിച്ചാൽ അങ്ങനെ തന്നെ വിശദീകരിച്ചു. 3, അൽഹംദുലില്ലാ എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. ഇനി രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവും. അള്ളാഹു നമുക്ക് കേൾക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, വായും വിളിച്ചിരിക്കുക. ഇത്രയും നല്ലൊരു വിഷയം പറഞ്ഞിട്ട് നിങ്ങൾ വായും വിളിച്ച് കേൾക്കുക, അന്തം വിട്ട് കേൾക്കാതെ. ഇതിന്റെ അകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ എത്രയാ? ഇതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ എത്രയാ? കിടക്കാൻ പോകുമ്പോ ഒതുവെടുക്കണമെന്നൊക്കെ പറയണ ഇതുകൊണ്ടാ. മരിച്ചു പോകുമ്പോ ഒതുവോടുകൂടി പോവട്ടെ. മരിച്ചു പോകുമ്പോ ആരെങ്കിലും വധുവുള്ളവനായി മരിച്ചുപോയാൽ, ആരെങ്കിലും മരിക്കുന്ന സമയത്ത് വധുവുള്ളവനായ അവസ്ഥയിൽ മരിച്ചുപോയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ യാതൊരുവിധ തടസ്സങ്ങൾ ഉണ്ടാവുകയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വധുവുള്ള രീതിയിൽ മരിച്ചാൽ പിന്നെ സ്വർഗത്തിൽ പോകാൻ വേറൊരു തടസ്സം ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മൂന്നാമത്തെ കാരണം, ഹംദ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഹംദ് എന്തുകൊണ്ട്? നാളെ പരലോകത്തിൽ നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ഭാരം അറിയുന്നത് എപ്പോഴാ? ആ വാക്കിന്റെ ഭാരം നമ്മൾ തിരിച്ചറിയും. എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാനല്ല, പ്രയോജനകരമായ ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ. കേൾക്കുന്ന അല്ലാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നൽകട്ടെ, എനിക്കും നിങ്ങൾക്കും. കാരണം എന്താ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ താജ്ദാരെ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരവേ ആയിഷ റളിയല്ലാഹു തആല നിസ്കാരപ്പാലിരുന്ന് പൊട്ടിക്കരയാ. ഹബീബായ നബി ചോദിച്ചു, ആയിഷ കരയുന്നതെന്തിനാ? ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി, യാ റസൂലല്ലാഹ്, പരലോകമൊത്തിട്ട് കരഞ്ഞതാ നബിയേ. ഇതാണ് വീട്, ഇതാണ് പ്രതിഭാലോകത്തിന് ത്തിന്റെ കുടുംബം. ഭർത്താവ് പള്ളിയിൽ നിസ്കാരത്തിന് പോയി, വീട്ടിലിരിച്ച് നിസ്കരിക്കുന്ന ഭാര്യ പരലോകമൊത്തിട്ട് പൊട്ടിക്കരയുകയാ. എന്തിനാണ് ആയിഷ കരയുന്നത് നബിയേ? പരലോകമൊത്തിട്ട് കരഞ്ഞതാണ് നബിയേ. ആഖിറമൊത്തിട്ട് കവിൾ തടത്തിലൂടെ ഒരു തുള്ളി കണ്ണുനീര് വന്ന ആളുകൾ എവിടെ? ഞാനും നിങ്ങളും അതിൽ സമന്മാരാ. എന്തിനാണ് ആയിഷ പരലോകമൊത്തത്? അല്ലാഹുവിന്റെ റസൂല് തിരുദൂതരേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ പരലോകത്ത് ഞാൻ വന്നു നിൽക്കുമ്പോ, ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ, ആ സമയത്ത് പരലോകത്ത് ആയിഷേകയാകുമ്പോ എന്നെ സഹായിക്കാൻ അങ്ങുണ്ടാകുമോ തിരുദൂതരേ? ചോദ്യത്തിന് മറുപടിയായി പരലോകത്തിന്റെ നായകന്റെ പ്രതിപ്രവചനം വന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, നാളെ പരലോകത്ത് 3 സ്ഥലങ്ങളിൽ, നാളെ പരലോകത്ത് 3 സ്ഥലങ്ങളിൽ ഒരാളും മറ്റൊരാളെ തിരിഞ്ഞു നോക്കില്ല ആയിഷ. വലാ തദിറു വാസിറത്തുൻ വിസ്റ ഉഖറാ വലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സആ. അവനവൻ പ്രവർത്തിച്ച കർമ്മങ്ങളല്ലാതെ ഒരാൾക്കും ഒരാളെ സഹായിക്കാൻ പറ്റാത്ത 3 അവസ്ഥകൾ പരലോകത്തുണ്ടായിഷ. അതിലൊന്നാമത്തേതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ബാക്കി 2 വിശദീകരിക്കാനുള്ള സമയം എന്റെ മുമ്പിലില്ല. ഒന്നാമതായി പറഞ്ഞതായിഷ, ഈ ഭൂമിയിൽ നാം ചെയ്ത നന്മകളും തിന്മകളും അല്ലാഹു മീസാൻ എന്ന ത്രാസിൽ തൂക്കി നോക്കുന്ന സമയം ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ.
ആയിഷ ഒരണുമണി തൂക്കം നന്മ ഈ ഭൂമിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മീസാൻ എന്ന ത്രാസിന്റെ ഭാഗത്തേക്ക് നിൽക്കുന്ന സമയം, മീസാൻ എന്ന ത്രാസിന്റെ ചുവട്ടിൽ ആയിഷ, അവിടെ നീ ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ നോക്കില്ല ആയിഷ, നിന്നെ ഞാൻ പരിഗണിക്കില്ല ആയിഷ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയവേ ആയിഷ റളിയല്ലാഹു തആല പൊട്ടിക്കരയുകയാ. ഭാര്യക്ക് ഭർത്താവിനെ വേണ്ടാത്ത, വാപ്പയ്ക്ക് മക്കളെ വേണ്ടാത്ത, ബന്ധങ്ങള് ബന്ധനങ്ങളായി മാറുന്ന ഇബ്രാഹിം നബി പൊന്നുമോൻ ഇസ്മായിലിനെ കണ്ടാൽ കാണാതെ പിന്തിരിഞ്ഞു പോകുന്ന മീസാൻ എന്ന ത്രാസില് പൊന്നുമോനെ ഏറ്റവും വലിയ ഭാരം കിട്ടുന്ന അമലേടാ, ഏറ്റവും ഭാരം കിട്ടുന്ന അമലേടാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, പരമാവധി അൽഹംദുലില്ലാഹ് പറഞ്ഞു. അത് മീസാൻ എന്ന ത്രാസില് ഏറ്റവും ഭാരമുള്ള വാക്കാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മീസാൻ എന്ന ത്രാസിലെ ഏറ്റവും ഭാരമുള്ള വാക്കാണ് അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ വഖാലുൽ ഹംദുലില്ലാഹില്ലദീ നജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. ഇതൊന്നും വാക്കവിയുടെ വാക്കല്ല, അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്താണ്. നൂഹ് നബി പറഞ്ഞില്ലേ അല്ലാഹുവേ അൽഹംദുലില്ലാഹ്, ഈ അവിശ്വാസികളിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാ. ജലപ്രളയത്തിന് സർവ്വതും മുങ്ങിത്താടുമ്പോ ആ സമയത്ത് നൂഹ് നബി പറഞ്ഞു റബ്ബേ നിനക്കാണ് സ്തുതി, അതിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാ. 86ാമത്തെ വാർദ്ധക്യത്തിന്റെ വയസ്സില് പൊന്നുമോനായ ഇസ്മായിലിനെ കൊടുത്തപ്പോ ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞിടെന്താ അൽഹംദുലില്ലാഹില്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. 86 വയസ്സായ ഈ വയോവൃദ്ധന് ഒരു തലമുറ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ഒരു പൊന്നുമോനെ എനിക്ക് തന്ന അല്ലാഹ് അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം നബിയും പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ മുമ്പിലിരിക്കുന്ന വയസ്സന്മാരെ, നിങ്ങൾക്ക് മക്കളെ തന്നതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ പ്രിയപ്പെട്ട ആളുകളെ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ മുമ്പിൽ എഞ്ചിനീയറിംഗിന് പഠിച്ച, MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, പൊന്നുമക്കളെ പറയണം വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ദാവൂദ് നബി, സുലൈമാൻ നബി അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇതെന്തോ ഒരു വാക്കാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഒരു വാക്കിന്റെ അർത്ഥം മാത്രം ഞാൻ എങ്ങനെയാണ് ഈ സമയത്ത് പറഞ്ഞു തീർക്കുക? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സമയത്തും പറഞ്ഞില്ലേ, വാഹനത്തിൽ കയറിയാ പറയണ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മലമൂത്ര വിസർജനത്തിന് പോയാൽ പറയണം അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയല്ലദാ വഅഫാനി. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാ പറയണം അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്തിനേറെ സഹോദരങ്ങളെ, ഒരു രോഗിയെ കണ്ടാൽ ആ സമയത്തും പറയണം അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മബ്തലാക ബിഹി. ഒരു ക്യാൻസർ രോഗിയെ കണ്ടാ, ഏതെങ്കിലും ഒരു രോഗമുള്ള മനുഷ്യനെ കണ്ടാ ഇത് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ വഖാലുൽ ഹംദുലില്ലാഹില്ലദീ നജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. ഇതൊന്നും വാക്കവിയുടെ വാക്കല്ല, അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്താണ്. നൂഹ് നബി പറഞ്ഞില്ലേ അല്ലാഹുവേ അൽഹംദുലില്ലാഹ്,
ഈ അവിശ്വാസികളിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാ. ജലപ്രളയത്തിന് സർവ്വതും മുങ്ങിത്താടുമ്പോ ആ സമയത്ത് നൂഹ് നബി പറഞ്ഞു, റബ്ബേ നിനക്കാണ് സ്തുതി, അതിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചല്ലോ അല്ലാ. 86ാമത്തെ വാർദ്ധക്യത്തിന്റെ വയസ്സിൽ പൊന്നുമോനായ ഇസ്മായിലിനെ കൊടുത്തപ്പോ ആ സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞിടെന്താ, അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ്. 86 വയസ്സായ ഈ വയോവൃദ്ധന് ഒരു തലമുറ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ ഒരു പൊന്നുമോനെ എനിക്ക് തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം നബിയും പറഞ്ഞു, അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ മുമ്പിലിരിക്കുന്ന വയസ്സന്മാരെ, നിങ്ങൾക്ക് മക്കളെ തന്നതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ പ്രിയപ്പെട്ട ആളുകളെ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് പറയണം. എന്റെ മുമ്പിൽ എഞ്ചിനീയറിംഗിന് പഠിച്ച MBBS പഠിക്കുന്ന കുട്ടികളുണ്ട്, പൊന്നുമക്കളെ പറയണം. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ വഖാലു അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ദാവൂദ് നബി, സുലൈമാൻ നബിയും അൽഹംദുലില്ലാഹ് പറഞ്ഞു. ഇതെന്തോ ഒരു വാക്കാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഒരു വാക്കിന്റെ അർത്ഥം മാത്രം ഞാൻ എങ്ങനെയാണ് ഈ സമയത്ത് പറഞ്ഞു തീർക്കുക? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സമയത്തും പറഞ്ഞില്ലേ, വാഹനത്തിൽ കയറിയാ പറയണ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. മലമൂത്ര വിസർജനത്തിന് പോയാൽ പറയണം അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ ലദാ വഅഫാനി. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാ പറയണം അൽഹംദുലില്ലാഹില്ലദീ അജഅലൽ മാഅ തഹൂറാ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എന്തിനേറെ സഹോദരങ്ങളെ, ഒരു രോഗിയെ കണ്ടാൽ ആ സമയത്തും പറയണം അൽഹംദുലില്ലാഹില്ലദീ അഫാനി മിമ്മ ബതലാക ബിഹി. ഒരു ക്യാൻസർ രോഗിയെ കണ്ട, ഏതെങ്കിലും ഒരു രോഗമുള്ള മനുഷ്യനെ കണ്ട ആ സമയത്ത് പറയണം അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. എന്താണ് കാരണം? മിമ്മബ്തലാക ബിഹി, നിന്റെ ഈ അടിമക്ക് കൊടുത്ത രോഗം നീ എനിക്ക് നൽകിയില്ലല്ലോ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതെങ്കിലും ഒരു രോഗിയെ കാണുമ്പോ ഒരാൾ ഈ ദുആ പറഞ്ഞാൽ ആ രോഗിക്ക് വന്ന രോഗം ഇവന്റെ ജീവിതത്തിൽ വരികയില്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ പ്രതിരോധമേടാ, ക്യാൻസർ രോഗിയെ കാണുമ്പോ ഈ ദുആ പറയണം, ക്യാൻസർ നിന്റെ ജീവിതത്തിൽ വരികയില്ല. ഏറ്റവും വലിയ പ്രതിരോധം മന്തി കൊതുകിനെ കൊല്ലലല്ല, റബ്ബർ ചിരട്ട എടുത്ത് കമത്തി വെക്കലല്ല. പൊന്നുമോനെ, ഈ ദുആ ക്യാൻസർ രോഗിയെ കാണുമ്പോ, ഇവിടെ അടുത്ത് ബനാത്തിൽ പഠിക്കുന്ന ഒരു പൊന്നുമോളുണ്ട്, 18 വയസ്സുള്ള പൊന്നുമോള്. അവൾ എപ്പോഴും ക്യാൻസർ രോഗികളെ കാണുമ്പോഴെല്ലാം ആ പൊന്നുമോള് പറയും അൽഹംദുലില്ലാഹ് ഈ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച അല്ലാഹ്, സർവസ്തുതിയും നിനക്കാണ് റബ്ബേ. ഏത് ക്യാൻസർ രോഗിയെ കണ്ടാലും ആ പൊന്നുമോളി ദുആ പറയും. അവൾ ഈ അടുത്ത സമയത്ത് പറഞ്ഞ കഥയാണിത്. ഒരു ദിവസം അവളുടെ വയറിന് വേദനയായി. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് ആമാശയത്തിൽ ക്യാൻസറാ. എല്ലാ സ്കാനിങ്ങിലും റിസൾട്ട് അവൾക്ക് ക്യാൻസറാ. ആ പൊന്നുമോൾ പറഞ്ഞു, എനിക്ക് ക്യാൻസർ വരില്ല, എനിക്ക് ക്യാൻസർ വരില്ല, എനിക്ക് ക്യാൻസർ ഇല്ല. ഡോക്ടർമാര് മുഴുവനും ഉറപ്പിച്ചിട്ടും റിസൾട്ടുകൾ വന്നിട്ടും സ്കാനിൽ വന്നിട്ടും അവള് പറഞ്ഞു, ഇല്ല ഇല്ല, എനിക്ക് ക്യാൻസർ വരുന്ന പ്രശ്നമില്ല. എറണാകുളം ലേക്ഷോറിൽ 2ാമത്തെ പരിശോധന നടന്നു. ഡോക്ടർ വന്നിട്ട് പറഞ്ഞവൾക്ക് ക്യാൻസറിന്റെ പ്രശ്നമേ ഇല്ല. ഉസ്താദുമാര് ചോദിച്ചു, പത്ര മോളെ എന്തേ നിനക്ക് ക്യാൻസർ വരുമെന്ന് ഡോക്ടർ ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ചിട്ടും നീ അത് വരില്ല എന്ന് പറഞ്ഞിടഎന്താ? 18 വയസ്സുള്ള പൊന്നുമോള് പറഞ്ഞു, ഞാനത് എനിക്ക് ഏത് രോഗം വന്നാലും
ക്യാൻസർ വരില്ലെന്നുറപ്പാ. കാരണം ഏത് ക്യാൻസർ രോഗിയെ കണ്ടാലും ഞാൻ ഈ ദുആ പറയാറുണ്ട്. എന്റെ ഹബീബായ മുത്തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആര് ഈ ദുആ പറഞ്ഞാലും ഏത് രോഗത്തിന്റെ പേരിലാണോ പറയുന്നത് അത് ജീവിതത്തിൽ വരില്ലെന്ന് എന്റെ ഹബീബായ മുത്തു പറഞ്ഞടാ. എന്റെ റസൂല് പറഞ്ഞത് എനിക്ക് വിശ്വാസമാ. അതുകൊണ്ടാ ഞാനത് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. വിഷയം വല്ലാത്ത വിശാലമാണ്. അതുകൊണ്ട് സഹോദരങ്ങള് നിത്യജീവിതത്തിൽ പഠിക്കേണ്ട ദുആകൾ ദിക്റുകൾ. ഇതൊരു നിസ്സാര വിഷയം. ഇത് അസ്ട്രോണമി അല്ല, ഇത് ജോഗ്രഫി അല്ല, ഇത് ഫിസിക്സ് അല്ല, ഇത് വാനശാസ്ത്രത്തിന്റെ കീറലുകളല്ല, ഇത് ഐൻസ്റ്റീന്റെ തിയറിയെ കുറിച്ച് പറയലല്ല, ഇത് ജപ്പാനിലെ ഭൂകമ്പത്തെ കുറിച്ചല്ല, ഇത് ശ്രീനഗറിലെ പ്രളയത്തെ കുറിച്ചല്ല, ഇത് സുഡാനിലെ കലാപത്തെ കുറിച്ചല്ല, ഇത് സിറിയയുടെ ആഭ്യന്തര കലാപത്തെ കുറിച്ചല്ല, ഇത് ഫലസ്തീനിന്റെ നിലനിൽപ്പിനെ കുറിച്ചല്ല. രാവിലെ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോ പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് 1 മണിക്കൂർ നിർത്താതെ ഞാൻ പറയുന്നുണ്ട്. വരില്ല ഒരു രോഗിയെ കാണുമ്പോ ഈ ദുആ പറഞ്ഞാൽ ആ രോഗം പറയുന്ന ആൾക്ക് വരില്ലെന്ന് ലോകത്തിന്റെ തിരുദൂതരെ ആമിനയുടെ മുത്തൊളി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു ഇത് പറയാൻ, ജീവിതത്തിൽ ഇത് പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.